നമസ്കാരം. ഇന്ത്യൻ കാക്കകളെ കൂട്ടത്തോടെ കൊന്നെടുക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് കെനിയൻ ഭരണകൂടം. 2024 അവസാനത്തോടുകൂടി 10 ലക്ഷം ഇന്ത്യൻ കാക്കകളെ കെനിയയിൽ നിന്നും നീക്കം ചെയ്യും എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ത്യൻ ഹൗസ് ക്രോസ് എന്നാണ് ഈ വിഭാഗം കാക്കകൾ അറിയപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി കെനിയയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഈ കാക്കകളുടെ ശല്യം വളരെ രൂക്ഷവുമാണ്. രാജ്യത്തെ പ്രാദേശിക പക്ഷി ഇനങ്ങളുടെ നിലനിൽപ്പിനെ കൂടി ഈ ഇന്ത്യൻ കാക്കകളുടെ സാന്നിധ്യം വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നിലവിൽ കെനിയ വൈൽഡ് ലൈഫ് സർവീസ് പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. കെനിയയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് കാക്കകളുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമല്ല എന്ന കാരണം കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇന്ത്യൻ കാക്കകൾ കൃഷിയിടങ്ങളിൽ കൂട്ടമായി പറന്നിറങ്ങി വിത്തുകൾ ഭക്ഷണമാക്കുന്നത് മൂലം കർഷകരും പ്രതിസന്ധിയിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമെ കെനിയൻ ടൂറിസത്തിനും ഇവർ ഒരു വലിയ ഭീഷണിയാണ്. കാരണം പൊതു ഇടങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ തട്ടിയെടുക്കാൻ കാക്കകൾ കൂട്ടമായി എത്തുന്നത് സഞ്ചാരികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. 1940കളിലാണ് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ കാക്കകൾ എത്തുന്നത്. എണ്ണം പെരുകിയതോടുകൂടി പല പ്രദേശങ്ങളും ഇവർ കൈയെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. യന്ത്രങ്ങളും ടാർഗറ്റിംഗ് രീതികളും ഉപയോഗിച്ചുകൊണ്ട് കാക്കകളെ ഇല്ലായ്മ ചെയ്യാനാണ് നിലവിൽ കെനിയൻ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കെനിയയിലുള്ള ഹോട്ടൽ ഉടമകൾക്ക് ലൈസൻസ് ഉള്ള വിഷം ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി കൂടി നൽകുന്നുണ്ട്. എന്നാൽ ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ കാക്കകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള നടപടികൾ കെനിയൻ ഭരണകൂടം എടുക്കുന്നത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് ആവിഷ്കരിച്ച പദ്ധതികൾ വളരെ ഫലപ്രദമായിരുന്നു എങ്കിൽ പോലും ഏതാനും വർഷങ്ങൾക്കിപ്പുറം കാക്കകളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ നടപടിയിലേക്ക് ഭരണകൂടം കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇനി മലയാളം.